ഈ നഗരവാരുതി നടുവിൽ എന്നുള്ള പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരു ഹർത്താൽ ദിവസം മാം പാർമേക്കാവ് അമ്പലത്തിൽ തൊഴാൻ പോയിരുന്നു. അന്ന് ആ അമ്പലത്തിൽ വന്ന ആളുകൾ എല്ലാവരും തന്നെ മാമിനെ വിളിച്ചത് ശ്യാമള എവിടെയാണ്, ശ്യാമളയ്ക്ക് എത്ര കുട്ടികളുണ്ട്, ശ്യാമളയ്ക്ക് സുഖമാണോ എന്നൊക്കെയുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും സംഗീതം എന്നുള്ള പേരിനേക്കാൾ അപ്പുറത്ത് ശ്യാമളയാണ് രജിസ്റ്റർ ആയിട്ടുള്ളത്. ഇപ്പൊ പ്രത്യേകിച്ച് ശ്രീനിവാസന്റെ മരണത്തോടൊക്കെ ശേഷം അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്ത് തിരിച്ചു വായിക്കുമ്പോഴും ശ്യാമള ഒരു ഐക്കോണിക് ക്യാരക്ടറായിട്ട് റിമെയിൻ ചെയ്യുന്നു. നമ്മൾ അത്ഭുതപ്പെടുന്ന വസ്തുത എന്താന്ന് വെച്ചാൽ അന്ന് ആ സിനിമ ചെയ്യുമ്പോൾ മാമിന് 19 വയസ്സേ ഉള്ളൂ, 2 കുട്ടികളുടെ അമ്മയാണ്, കുടുംബിനിയാണ്. ഇപ്പൊ നമുക്കൊരു 30-32 വയസ്സൊക്കെ ആയിട്ട് നമുക്ക് കുടുംബിനിയോ അല്ലെങ്കിൽ കുടുംബ നായകരൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു കാര്യങ്ങൾ അറിയാം, ലൈഫിനെ പറ്റി അറിയാം. ഈ 19 വയസ്സിൽ ഒന്നും അറിയുന്നുണ്ടാവില്ലല്ലോ. എങ്ങനെ ഏറ്റെടുത്തു ആ റിസ്ക്? അപ്പോ നമ്മള് ക്രിയേറ്റേഴ്സ്ഡ് ആർട്ടിസ്റ്റ് ആണ്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ്. ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് എൻ്റെ ക്രിയേഷൻ അല്ല. അപ്പൊ ആ ക്രിയേറ്ററിന് എന്ത് വേണമെന്ന് അവര് തീരുമാനിക്കും. പിന്നെ അവര് നമ്മളുടെ അടുത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മളത് കൺവേ ചെയ്യും. അത്രേ ഉള്ളൂ. ഒരു മീഡിയമാണ്. ഐ എം ജസ്റ്റ് മീഡിയേറ്റർ ഇൻ ദാറ്റ്. അത്രേ ഉള്ളൂ. അപ്പൊ 19 years ആകുമ്പോൾ എൻ്റെ ഏജും ശ്യാമളയും ഒന്നല്ല, എനിക്കറിയാം. പക്ഷെ ഡയറക്ടറുടെ ഒരു സ്കില്ലല്ലേ. പക്ഷെ ശ്യാമള ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പാത്രം എടുത്ത് വെച്ച് ഇങ്ങോട്ട് വയ്ക്കുമ്പോഴായിരിക്കും ശ്രീനിവാസ സാറിന് ഉപദേശിക്കുന്നത്, അപ്പൊ കുട്ടികളുടെ മുടി കെട്ടി കൊടുക്കണ്ടാവും. ഇത്രയും ചെയ്യാൻ അതിന് പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടാവോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി നമുക്കും കുറച്ച് സെൻസിബിൾ ആക്ടർ ആയിരിക്കാം. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഡയറക്ടർ നമ്മളോട് ഒരു കമാൻഡ് പറയുന്നതും. പിന്നെ നമ്മളത് ചെയ്ത് കാണിക്കുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യും, അല്ലെങ്കിൽ അത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നതല്ലേ ഒരു ആർട്ടിസ്റ്റിന്റെ കടമ.